ഈ പാലസ്തീൻ ജനതേനെ റെഫ്യൂജി ആയിട്ടൊന്നും എടുക്കാറില്ല ആരും. എടുത്തിട്ടുണ്ട് റെഫ്യൂജി ആയിട്ട്. അതായത് ലെബനോനിലെ സിവിൽ വാറൊക്കെ അറിയാവുന്നതല്ലേ, ഇതിന് കാരണം ഈ റെഫ്യൂജീസാണ്. സോ പാലസ്തീനായിട്ടുള്ള ആൾക്കാരെ എടുക്കുമ്പോഴത്തേക്കും കുറേ പ്രോസും കോൺസും ഇഷ്ടം പോലെ ഉണ്ട്. പ്രോസൊന്നും ഇല്ല, കോൺസ് ഇഷ്ടം പോലെ ഉണ്ട്. കാരണം സോഷ്യലി, എക്കണോമിക്കലി, പൊളിറ്റിക്കലി ഒക്കെ തകരും രാജ്യങ്ങൾ. ഇവരങ്ങനെ അടുപ്പിക്കാറില്ല പൊതുവെ ആരും. അടുപ്പിച്ചിട്ടുണ്ട്, കുറേ പേര് അനുഭവിച്ചിട്ടുമുണ്ട്. സോ പാലസ്തീൻ ജനതേനെ ആർക്കും അടുപ്പിക്കാൻ പറ്റത്തില്ല. മനസ്സില്ല, ആ മനസ്സോട് അടുപ്പിച്ചെങ്കിലേ ഉള്ളൂ. ഹാപ്പിയായിട്ട് അടുപ്പിക്കാൻ പറ്റത്തില്ല. അപ്പം ഈ ജനങ്ങളെ ഇങ്ങനെ അകറ്റി നിർത്തിയിട്ട്, അല്ലെങ്കിൽ അവരെ മനസ്സില്ലാ മനസ്സോട് അടുപ്പിച്ചിട്ട് ഒരുപാട് രാജ്യങ്ങൾ ഇസ്രായേലിനെതിരെ ഇവരുടെ കൂടെ കൂടി പൊരുതുന്നുണ്ട്, അല്ലെങ്കിൽ അവരുടെ ഒരു കൺസേണൊക്കെ അറിയിക്കുന്നുണ്ട്. സോ അതെന്തിനാ? ഒരു കൂട്ടം ആൾക്കാരെ നിങ്ങൾക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ അവരുടെ കൂടെ നിങ്ങൾക്ക് ഇസ്രായേലിനെതിരെ നിങ്ങൾക്ക് പൊരുതും വേണം. ഇതാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ ഫൈറ്റ് അല്ലത്. ഓക്കെ, കേരളത്തിലുള്ള അണ്ണന്മാരൊക്കെ ഒന്ന് അടങ്ങ്, അല്ലെങ്കിൽ യു കെയിലെ ഗെറ്റത്തൻബർഗും അല്ലെങ്കിൽ കുറേ അമ്മച്ചിമാരൊക്കെ നടങ്ങ്. എൻഡ് ഓഫ് ദി ഡേ അവിടെ പീസ് എസ്റ്റാബ്ലിഷ്ഡ് ആകാനൊന്നും പോകണില്ല. കാരണം അത് പോസിബിൾ അല്ല. കോമൺ സെൻസ് യൂസ് ചെയ്യണോ. ഇനി ഇപ്പോൾ എസ്റ്റാബ്ലിഷ്ഡ് ആവണമെന്നുണ്ടെങ്കിൽ എല്ലാ പാലസ്തീൻ ജനങ്ങളും പറയുന്നത് എന്താണ്? ഇസ്രായേലിനെ തുടച്ച് മാറ്റണം എന്നാണ് പറയുന്നത്. പക്ഷേ ആ തുടച്ച് മാറ്റണം എന്ന് പറയുന്നത് ഈ ജനങ്ങളെ പൊട്ടന്മാരാക്കുന്ന രാജ്യങ്ങളാണ് കൂടുതലുള്ളത്.